പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. +1 ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനും തെറ്റുകളുണ്ടെങ്കിൽ അവ തിരുത്താനും അതുപോലെ ഓപ്ഷനുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഇന്ന് 31/7/2022 വൈകുന്നേരം 5 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ചാലും അഡ്മിഷൻ തടയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട പിഴവുകൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതിലൊന്ന് ജാതിയും മതവും തെറ്റായി നൽകുക എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇതും തെറ്റായി വരുന്ന ഒരു സാഹചര്യവും കാണാറുണ്ട്. ഇനി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവസാനം ഫൈനൽ കൺഫർമേഷൻ നടത്തൽ നിർബന്ധമുള്ള കാര്യമാണോ എന്ന്. നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ അപേക്ഷ അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഇന്നത്തെ മലയാള മനോരമയിലെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ്. ഇവിടെ 10% സീറ്റ് പൊതു മെറിറ്റിൽ ലയിപ്പിക്കില്ല എന്നൊരു ന്യൂസ് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഏകജാലകം വഴി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. അതായത് കേരളത്തിലെ 350ഓളം എയ്ഡഡ് സ്കൂളുകളിലുള്ള 10% കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ, അതായത് വർഷങ്ങളായി മാനേജ്മെന്റ് നേരിട്ട് അഡ്മിഷൻ നടത്തുന്ന ഏകദേശം 6000-ന് മുകളിലുള്ള സീറ്റുകൾ വരുന്നത്. ഈ സീറ്റുകളിലേക്ക് ഈ വർഷം മുതൽ ഏകജാലകം വഴി അഡ്മിഷൻ നടത്തണമെന്ന് കോടതി വിധി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. അങ്ങനെ ഒരു വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ട്രയൽ അലോട്ട്മെന്റ് ഒരു ദിവസം വൈകി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഒരു ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ ഇപ്പോൾ അപ്പീൽ നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് 4/8/2022 വരാൻ പോകുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആ 10% സീറ്റുകൾ ഒഴിവാക്കിയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുക എന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് സർക്കാർ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ പുതിയ വിധി വന്നതിനു ശേഷം മാത്രമായിരിക്കും ഈ സീറ്റുകളിലേക്ക് എങ്ങനെ അഡ്മിഷൻ നടത്തണമെന്ന് തീരുമാനിക്കപ്പെടുക. സർക്കാർ തലത്തിൽ ഇങ്ങനൊരു നീക്കം വരുന്നതുകൊണ്ട് അലോട്ട്മെന്റ് ഡേറ്റുകളിൽ വലിയ മാറ്റം വരാനുള്ള സാധ്യതയില്ല. ഈ ഒരു 10% സീറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ അഡ്മിഷൻ പ്രവർത്തനങ്ങളും കൃത്യമായ ഡേറ്റിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അപ്ഡേഷൻസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.